നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ഭക്ഷണം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, പേഷ്യന്റിന്റെ ഭാര്യ വീട്ടിൽ നിന്ന്, അതായത് കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ മറ്റുള്ളവർക്കും ഇതൊക്കെ വരേണ്ടതല്ലേ? അങ്ങനെയൊന്നുമില്ലല്ലോ. തോറ്റുപോവില്ലെന്ന് പറഞ്ഞിട്ട് തോൽപ്പിച്ചു കളഞ്ഞു അല്ലേ? ഒരുപാട് വേദന തിന്നല്ലേ? താനെന്തായി കാണിക്കുന്ന? എനിക്കൊരു ഫലം കിട്ടാനെ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ ഞാൻ മരണപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. മരണം കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഉറപ്പ്, ഒരാൾക്കും താൻ എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? മരണത്തിന് പോലും. ആ ഒരൊറ്റ വാക്കാ ജീവനോട് എനിക്കിപ്പോ ഇവിടെ കിടക്കാൻ പറ്റുന്നേ. തന്റെ ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം എന്നോട് അറിയാവുന്ന ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ തന്റെ സ്നേഹത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കും തനിക്കും മേലെ മറ്റൊരാൾ മനസ്സിലാക്കി. ഈശ്വരൻ എന്നെ എടുത്ത താൻ ഒരു സ്വയം ഈശ്വരന് കൊടുക്കില്ലെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. അതാ തോളിലെടുത്തത് തന്നെ വട്ടം പൊക്കി. ഇനി നീ ഭൂമിയിൽ വേണ്ടെന്ന് പറഞ്ഞു. സത്യാടോ, അത് ഞാൻ വ്യക്തമായിട്ട് അറിയുകയും ചെയ്തതാ. പക്ഷെ വിട്ടു, തൽക്കാലത്തേക്ക് വിട്ടു. അതിന് കാരണം താൻ തന്നെയാ. തന്റെ ഈ കരഞ്ഞ കണ്ണുകളും എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഈ മനസ്സും. ഏത് ദൈവത്തിന് അത് കാണാതിരിക്കാൻ കഴിയാ? ഒരുപാട് സംസാരിക്കണ്ട. ഉടനെ സുഖമായി കഴിഞ്ഞ് നമുക്കിതൊക്കെ പറയാലോ. ഇപ്പോ സമാധാനമായി കിടക്കും. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. വിഷ്ണുവേട്ട ഉറങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് പോവും. കണ്ണടച്ച തെളിയുന്നത് ചോരയാ. ഞാൻ ഛർദിച്ച എന്റെ ചുടുചോര. പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റാ? ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ചുറ്റും നമ്മളറിയാതെ പലതും നടക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ഇരകളാ. നോക്ക്, താൻ സൂക്ഷിക്കണം. എന്റെ ആയുസിന്റെ ബലം താനാന്നറിയുമ്പോ പിന്നീട് അവരുടെ നീക്കം തനിക്കെതിരെയായിരിക്കും. താൻ തോറ്റുപോരുത്. അങ്ങനെ ഒരു പേടി എനിക്കിപ്പുണ്ട്. സ്നേഹത്തെ തോൽപ്പിക്കാനുള്ള ഒരു ആയുധവും ഒരു യുദ്ധത്തിൽ പോലും ഉപയോഗിച്ചിട്ടില്ല വിഷ്ണുവേട്ട. പിന്നെങ്ങനെയാ നമ്മളെ ശത്രുക്കൾക്ക് പരാജയപ്പെടുത്താൻ പറ്റുന്ന? അവര് ശ്രമിക്കട്ടെ, ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മള് ആഴത്തിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഈ ഹൃദയം തുടിക്കുന്നത്
വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, എനിക്ക് വേണ്ടി മാത്രം. ആ ഒരു വിശ്വാസം ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എന്റെ വിൽപ്പവറും തന്നിലേക്ക് എത്താനുള്ള എന്റെ മനസ്സിന്റെ ആഗ്രഹം അതാണോ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. പക്ഷെ എനിക്കുറപ്പുണ്ടായിരുന്നു എന്നിൽ നിന്നും പറിച്ചെടുത്ത എന്റെ വിഷ്ണുവേട്ടനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. തൊട്ടില്ല എന്നുള്ള മട്ടില് മരണം കൺമുന്നിൽ നകന്നു പോയപ്പോ എനിക്ക് മനസ്സിലായി താനിവിടെ നല്ല കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഒരുപാട് ഓടിയല്ലേ വിഷ്ണുവേട്ട, എന്നാ നമ്മുടെ ഈ ഓട്ടൊന്ന് അവസാനിക്കുക? ചുമ്മാ ഓടടോ. ഇങ്ങനെ ഓടുമ്പോഴും നമുക്കറിയാലോ നമ്മളെ. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരു പുതു വെളിച്ചം നമുക്ക് മാത്രം തെളിയും. അത് കാണുന്നത് വരെ നമുക്കിങ്ങനെ ഓടാം, ഓടിക്കൊണ്ടേയിരിക്കാം. മാഡം, അധികം സംസാരിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അധിക നേരം ഇരിക്കാൻ പറ്റില്ലെന്ന് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പുറത്തിരിക്കാം. പുറത്തിരുന്നാലും നമുക്ക് മനസ്സുകൊണ്ട് സ്നേഹിക്കാലോ, അല്ലേ? അകന്നിരുന്ന് സ്നേഹിക്കാൻ നമ്മളോളം ഭാഗ്യം കിട്ടിയവർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതെന്താന്ന് ചോദിച്ചാ അതിനെനിക്ക് തനിക്ക് ഉത്തരവില്ല. അപ്പൊ പിന്നെ അതിനെ നമുക്ക് അതിന്റെ വഴിക്ക് വിടാം. എന്തിനും ഞാനുണ്ട് കൂടെ. ഈ ഒരു വാക്ക് ഇങ്ങനെ ഇവിടെ കിടക്കുന്ന ഓരോരുത്തർക്കും മരുന്നിനേക്കാൾ വലിയ ആശ്വാസമായിരിക്കും, അല്ലേ? വിഷ്ണുവിന്റെ കണ്ടീഷൻ എങ്ങനെയാ ഡോക്ടറെ? ഒന്നും പറയാറായിട്ടില്ല. സിറ്റുവേഷൻ ഒരല്പം മോശമാണ്. കുറേയധികം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചത് വല്ല നിശ്ചയവും? കഴിച്ച ഭക്ഷണത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ട്. അതെന്ത് വിഷമാണെന്നൊക്കെ മറ്റു റിപ്പോർട്ടുകൾ വന്നാലേ പറയാൻ പറ്റൂ. ഈ ഭക്ഷണം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, പേഷ്യന്റിന്റെ ഭാര്യ വീട്ടിൽ നിന്ന്, അതായത് കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ മറ്റുള്ളവർക്കും ഇതൊക്കെ വരേണ്ടതല്ലേ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമായി ആരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.